ഷോർട്ടോടുള്ള ചോദ്യമാണെങ്കിലും ഞാനത് പറയാം. സാധാരണക്കാരായിട്ടുള്ള, അതായത് ഞാൻ എപ്പോഴും എക്സാമ്പിൾ എടുക്കുന്ന എൻ്റെ അമ്മയാണ്, നമ്മളെല്ലാവരുടെയും അമ്മമാര്. ഒരിക്കലും എൻ്റെ അമ്മ പറയത്തില്ല ആ ഷോട്ട് അവിടെ നന്നായില്ല എന്ന് ഒരിക്കലും അമ്മ പറയത്തില്ല, ആ ക്യാമറ അവിടെ വർക്ക് ചെയ്ത് ശരിയായില്ല എന്നൊന്നും അമ്മമാരോ അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രായത്തിലുള്ളവരോ ഒരുവിധപ്പെട്ടവരാരും പറയത്തില്ല. നമ്മൾ കുറച്ച് പേര് പറയുമായിരിക്കും ആ ഷോട്ട് അല്ലെങ്കിൽ അവളുടെ ഡയലോഗ് അങ്ങനെ അങ്ങനെ ചിലവ് പറയുമായിരിക്കും. ഇപ്പം സൗകര്യങ്ങൾ കൂടുന്തോറും മനുഷ്യ അതെ. പിന്നെ നമ്മൾ കമ്പാരിസൺ നടത്തുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പം ഭാഷയ്ക്ക് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എല്ലാത്തിനും നമുക്കിപ്പോൾ ഈസി ആയിട്ട് വിരൽത്തുമ്പിൽ നമുക്ക് എല്ലാം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ സൗകര്യങ്ങൾ കൂടിയപ്പോൾ കുറച്ച് കീറുമുറുക്കലും കൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് ആഴത്തിൽ നോക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചില സമയത്ത് ആലോചിക്കാറുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് പക്ക ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ ചെറുതിൽ ആ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി കാണുമായിരിക്കും എന്ന് ചിലപ്പോൾ നമ്മളൊക്കെ ഉള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കും. നല്ല രസമായിരുന്നു അല്ല, ഇപ്പൊ തെങ്ങാശിപ്പട്ടനൊക്കെ പോലെയുള്ള പടമൊക്കെ കണ്ടിട്ട് എന്തിനും ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ നല്ല ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. അത് മതിയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അതായത് ഒരു അതിർവരമ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്നുള്ളൊരു തോന്നലല്ലേ? ഒരു അതിർവരമ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. എല്ലാം ഒരു ഫണ്ണായിട്ട് പറയുന്നതാണ്, അങ്ങനെ സീരിയസ് നോട്ടിലല്ല. ചിലർ പറയുന്നത് പടം അടിപൊളിയാണ് പക്ഷെ ആർട്ട് ഡയറക്ടർ ശരിയായില്ല, ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളിയാണ്. നമുക്ക് എന്താ ഇവന് ആർട്ട് ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പടം കണ്ടതെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ അവൻ്റെതായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവൻ ആർട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കിതിനെ കുറിച്ച് വിവരമുണ്ടെന്ന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്നത്. പക്ഷെ നമ്മൾ ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളി, എന്താണ് സംഭവം, പടം കൂക്കണം പക്ഷെ കോസ്റ്റ്യൂം ശരിയായില്ല, കോസ്റ്റ്യൂം ശരിയായില്ല. അപ്പൊ പക്ഷെ ഈ പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവ് വന്നു, അവൻ കോസ്റ്റ്യൂം ശ്രദ്ധിക്കാൻ തുടങ്ങി, ആർട്ട് ഡയറക്ഷൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സിനിമയിലേക്ക് എക്സ്പോസ്ഡ് ആയി, ഒത്തിരി OTT പ്ലാറ്റ്ഫോംസിൽ കുറെ സിനിമകൾ കാണുന്നത് നല്ലതാണ്. നമ്മുടെ പ്രേക്ഷകരും അതിനോടൊപ്പം വളരെയാണ്, അവര് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പണ്ട് ഒന്നും ഈ പറഞ്ഞ പോലെ അറിയില്ലായിരുന്നല്ലോ, സിനിമ കണ്ട് സിനിമ നല്ലതാണ് കൊള്ളില്ല, അതിന് രണ്ടേ അഭിപ്രായമുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മറ്റേ ആ ടേബിളിൽ രണ്ടാമത്തെ ഷോട്ടിൽ ഗ്ലാസ് മാറ്റി വെച്ചു, അത് കാരണം എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞല്ലോ. മറ്റേ കണ്ടിന്യൂറ്റി തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല, ഈ പടം ഹിറ്റല്ല എന്ന് പറയാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓഡിയൻസ് പടത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കല്യാണം പണ്ട് തലേ ദിവസം വന്ന് എല്ലാവരും കൂടി പന്തലിടുന്നു, എല്ലാവരും കൂടി തേങ്ങ ഇടുന്നു, അങ്ങനെയായിരുന്നു പണ്ട് കല്യാണം. ഇപ്പൊ കല്യാണം ഒരു ഇവന്റ്സ് ആയി മാറി, ലൈക്ക് ഹൽദി, സംഗീതം എന്നൊക്കെ പറഞ്ഞ പല പല പരിപാടി. അതേപോലെ സിനിമയ്ക്ക് ഇപ്പോൾ ഈ റിവ്യൂവും ഇത്തരം ഡീറ്റെയിലിംഗ് എല്ലാം അനിവാര്യ ഘടകമായി മാറി. ഇപ്പൊ നമുക്കിതൊക്കെ നമ്മൾ ഇതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൾക്കാരെ പടം കാണുന്നവർ കാണട്ടെ, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളും റിവ്യൂസും ഒഴിവാക്കുക എന്നത് മാത്രമേ കുറേ കാലമായിട്ട് എല്ലാ സിനിമാക്കാരും റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെ മാത്രമേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് റിവ്യൂ പറയേണ്ടതെന്നോ നെഗറ്റീവ് പറയേണ്ടതെന്നോ ഒന്നും ആരും പറയുന്നില്ല. അപ്പോൾ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങി.